ഇന്ന് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ബാക്കിയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞു പോകുന്ന പ്രോപ്പർട്ടീസാണ് ഞാൻ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്ത പ്രോപ്പർട്ടീസും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് എക്സാമിന് ചോദിച്ചതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്. അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ചൊന്ന് എഴുതിപ്പോയി, റെക്കോർഡ് ഓൺ ചെയ്യാനായിട്ടാണ് എഴുതിപ്പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഇത് നോക്കാം എങ്ങനെയാണ്. അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഒരു പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യനിന് തന്നെ നമുക്ക് എന്തെങ്കിലും 2 സ്റ്റെപ്പ് അതിനകത്ത് എഴുതാൻ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു അനലിറ്റിക് ഫംഗ്ഷനാണെന്ന് പറയുന്നുണ്ട്. അനലിറ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ്? f(z)=u+iv എന്നുള്ള ഫോമിലാണ് അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ തന്നിട്ടുള്ള പ്രോപ്പർട്ടീന് തന്നെയാണ് ഞാൻ വേർഡെടുത്തത്. f(z)=u+iv ആണ് അനലിറ്റിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദറ്റ് ഈസ് ux=vy ആൻഡ് uy =-vx. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് എഴുതി വെച്ചു. അപ്പോൾ നമ്മുടെ ഒരു മാർക്ക് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, അതിൻ്റെ റിയൽ പാർട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ യു. അപ്പോൾ ഗിവൺ റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്, ദറ്റ് ഈസ് ഗിവൺ u=c. റിയൽ പാർട്ട് കോൺസ്റ്റൻറ്റ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പോരെ, ഗിവൺ u=c. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ u=c എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ u=c ആണെങ്കിൽ ഈ ഇക്വേഷനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സിനും വൈക്കും പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. ∂u/∂x വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ∂u/∂x കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എന്താ? 0. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ∂u/∂y = 0. ∂u/∂x-ഉം ∂u/∂y-യും 0 എന്ന് കിട്ടി. അപ്പോഴേ കോഷി റീമാൻ ഇക്വേഷൻ അനുസരിച്ച് ux എന്തുവാണ്? vy ആണ്. സോ ഈ ∂u/∂x എന്നതിൻ്റെ അർത്ഥം ux=0 ആൻഡ് uy=0 എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ux-ന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അവിടെ ബൈ CR ഇക്വേഷൻ ബൈ കോഷി റീമാൻ ഇക്വേഷൻ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താണ്? ux=0 എന്നുള്ളതിന് പകരം അവിടെ ഞാൻ vy=0 എന്ന് എടുത്തു. uy എന്ന് പറഞ്ഞാൽ എന്താ? -vx ആണ്. സോ -vx=0 എന്ന് പറഞ്ഞാൽ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് തന്നെയാണ്? vx=0. രണ്ട് പേരുടെ ഡെറിവേറ്റീവ് ∂v/∂y-യും ∂v/∂x-ഉം 0 ആയി പോകുന്നത് എപ്പോഴാണ്? ഒരു എന്ത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുമ്പോഴാണ് അത് 0 ആയി പോകുന്നത്? ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് എപ്പോഴും 0 അല്ലേ? d/dx ഓഫ് കോൺസ്റ്റൻറ്റ് =0 എന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഈ ഡെറിവേറ്റീവ് ∂v/∂y 0 ആയിപ്പോയി, ∂v/∂x-ഉം 0 ആയിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? v എന്ന് പറയുന്ന ആൾ കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് ഇംപ്ലൈസ് v ഈസ് കോൺസ്റ്റൻറ്റ്. v കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് എന്തായിപ്പോയത്? അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 ആയിപ്പോയത്. അപ്പം നേരത്തെ u കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ട്, vയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ f(z)=u+iv-യിലെ uവും vയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ f(z) എന്തായിപ്പോയി? കോൺസ്റ്റൻ്റ് ആയിപ്പോയി അല്ലേ? therefore f(z)=u+iv ഈസ് കോൺസ്റ്റൻറ്റ്. പ്രൂഫായി. ഇത്രയേ ഉള്ളൂ. കാരണം ഇവിടുത്തെ u കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ vയും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ 2+i3 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ അതാ 2ഉം കോൺസ്റ്റൻ്റ് ആണ്, 3യും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്തായി? കോൺസ്റ്റൻ്റ് ആയി. പക്ഷേ ആ f(z) അനലിറ്റിക് ഫംഗ്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് റിയൽ പാർട്ട് എന്നുള്ളതിന് പകരം എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം? അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ഇമാജിനറി പാർട്ട് ഈസ് കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത്? സെയിം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എപ്പോഴും എഴുതേണ്ട? ആദ്യം പറഞ്ഞിരിക്കുന്നത് അനലിറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷനെ നമ്മൾ എപ്പോഴും എങ്ങനെ എടുക്കുന്നത്? ലൈക്ക് f(z)=u+iv ഈസ് അനലിറ്റിക് ഫംഗ്ഷൻ, ഈസ് അനലിറ്റിക്. ഓക്കെ, അനലിറ്റിക് ആണെങ്കിൽ therefore it satisfies കോഷി റീമാൻ ഇക്വേഷൻ, therefore it satisfies CR ഇക്വേഷൻ. നമുക്കറിയുന്ന കാര്യം, അതിനാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നത്. അനലിറ്റിക് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഴുതുമ്പോഴാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എന്താ കോഷി റീമാൻ ഇക്വേഷൻ? ux=vy ആൻഡ് uy=-vx. എന്താ ഇവിടെ തന്നിട്ടുള്ള? ഗിവൺ ഇമാജിനറി പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്, ദറ്റ് ഈസ് ഗിവൺ p=കോൺസ്റ്റൻറ്റ്. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1, അയാൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്താൽ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ,
വിത്ത് റെസ്പെക്ട് ടു എക്സിനും വൈക്കും പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വി എന്നുള്ളത് ഡോ വി ബൈ ഡോ എക്സ് അങ്ങനെയാണ് ഞാൻ വി എക്സ് എന്ന് എഴുതിയത്. വി എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് വിനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വി വൈ ഇസ് ഈക്വൽ ടു 0. വി എക്സ് ഇസ് ഈക്വൽ ടു 0യും വി വൈ ഈക്വൽ ടു 0യും നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യു വൈ ആണ്. മൈനസ് യു വൈ ഇസ് ഈക്വൽ ടു 0. മൈനസ് യു വൈ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് യു വൈ ഈക്വൽ ടു 0 ആണ്. അതുപോലെ വി വൈക്ക് പകരം എനിക്ക് എന്ത് എഴുതാം യു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതെങ്ങനെ എഴുതിയത് യൂസിങ് CR ഇക്വേഷൻ കോഷി റീമാൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്. അപ്പം രണ്ടും പാർഷ്യൽ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഡോ യു ബൈ ഡോ എക്സും 0 ഡോ യു ബൈ ഡോ വൈയും 0 ആവുന്ന എപ്പോഴാണ് ആരുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആവുന്ന ആ ഫംഗ്ഷൻ 0 ആയതുകൊണ്ടാണ്. ഇത് യു ഈസ് കോൺസ്റ്റൻറ്റ് വിച്ച് ഇംപ്ലൈസ് യു ഈസ് കോൺസ്റ്റൻറ്റ്. തൊട്ട് മുന്നേ പറഞ്ഞത് നേരെ തിരിച്ചു പറയുന്നു. അപ്പോൾ നേരത്തെ വി ഇമാജിനറി പാർട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ റിയൽ പാർട്ടും കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ therefore എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വിയിലെ ഇമാജിനറി പാർട്ട് കോൺസ്റ്റൻ്റ് എന്ന് പ്രോപ്പർട്ടി പറഞ്ഞു. നമ്മളിപ്പോൾ യുവും കോൺസ്റ്റൻ്റ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടുപേരും കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ പ്രൂഫായല്ലോ. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, പക്ഷെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. നിങ്ങളുടെ പ്രോപ്പർട്ടി തുടങ്ങുന്ന ഇതിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി ആദ്യം പറഞ്ഞത്. അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കൊള്ളേ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച പ്രോപ്പർട്ടിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ആൻഡ് അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് മോഡുലസ് ഈസ് കോൺസ്റ്റൻറ്റ് എന്നാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെസ്റ്റിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത് ഇഫ് എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി ആൻഡ് മോഡ് എഫ് ഓഫ് ഇസഡ് ഈസ് കോൺസ്റ്റൻറ്റ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് അല്ലേ, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനാണ് ഇവിടെ വേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് മോഡുലസ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ മോഡ് എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദെൻ ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അത് തന്നേക്കുന്ന അനലിറ്റിക് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കാം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ്. ഇങ്ങനെ പ്രൂഫിലേക്ക് പോകാം നോക്കിയിട്ട്. അപ്പോൾ എന്താ നമ്മളെപ്പോഴും ഞാൻ പറയുന്നതാണ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റിന് തന്നെ നമുക്ക് കുറച്ച് എഴുതാൻ പറ്റും, അതൊക്കെ നമുക്ക് എടുത്ത് എഴുതാം, എന്നിട്ട് എൻ്റെ ഒരു മാർക്ക് മേടിക്കാം. നോക്കിക്കേ പ്രൂഫ് അനലിറ്റിക് ഫംഗ്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ് അല്ലേ, ഇഫ് എഫ് ഓഫ് ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. അതാണ് നമ്മുടെ അനലിറ്റിക് ഫംഗ്ഷൻ നമ്മളെടുത്തു. യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ എന്തുവാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് മോഡുലസ്. അതിൻ്റെ മോഡുലസും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡുലസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത് അല്ല അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതുന്നത്, അതുകൊണ്ട് അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. therefore ഇറ്റ് സാറ്റിസ്ഫൈസ് കോഷി റീമാൻ ഇക്വേഷൻ അല്ലേ. കോഷി റീമാൻ ഇക്വേഷൻ എന്താ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, നമ്മളത് എഴുതി വെച്ചു, ഒരു മാർക്ക് നമുക്കവിടെ കിട്ടി. അടുത്ത് തന്നിട്ടുള്ള കാര്യം അടുത്ത് എഴുതുവാണ് ഗിവൺ മോഡുലസ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് എഫ് ഓഫ് ഇസഡിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ ഗിവൺ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. given mod f of z is equal to constant. അപ്പോൾ mod f of z equal to constant നമുക്ക് എങ്ങനെ എഴുതാം, നമുക്കറിയാം mod z is equal to x plus iy ആണെങ്കിൽ mod z is equal to എന്താണെന്നറിയാം root of x square plus y square ആണെന്നറിയാമല്ലോ. അപ്പോൾ mod f of z is equal to constant ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം root of u square plus v square is equal to constant ആണെന്ന് എഴുതാം അല്ലേ. ഞാൻ അയാളെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അയാളെ വേണമെങ്കിൽ ഒന്നുകൂടെ സ്ക്വയർ ചെയ്യാം, അപ്പോൾ റൂട്ട് അങ്ങ് പോയി കിട്ടുമല്ലോ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് സ്ക്വയർ ദറ്റ് ഇസ് സി സ്ക്വയർ. ഇതാണ് ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഇനി എനിക്ക് യു എക്സും വി വൈ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. ഇവിടെയാണ് എൻ്റെ രണ്ടാമത്തെ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആ ചെയ്തത്. അപ്പോൾ സെയിം സ്റ്റെപ്പ് ഇവിടെയും ചെയ്യാൻ പോകണം. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുവാണ്. എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ്, അതിനാണ് ഞാൻ യു എക്സ് എന്ന് എഴുതിയത്. പ്ലസ് വി സ്ക്വയർ ഡെറിവേറ്റീവ് 2v ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ എക്സിനെയാണ് വി എക്സ് എന്ന് എഴുതുന്നത്. സി സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായി പോവും 0 ആയി പോവും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ രണ്ടിടത്തു നിന്ന് ഈ 2നെ കൂടെ അങ്ങ് ക്യാൻസൽ ചെയ്താൽ യു ഇൻറ്റു യു എക്സ് പ്ലസ് വി ഇൻറ്റു വി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇയാൾക്ക് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് പേര് കൊടുക്കാം. അടുത്ത് നോക്കിക്കോളേ.
ഇനി ഇതേപോലെ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 ഞാനിത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്ത് ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുവാണ്. വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുമ്പോൾ യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ, അതാണ് യു വൈ എന്ന് എഴുതിയത്, പ്ലസ് വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ, അതിനാണ് വി വൈ എന്ന് കൊടുത്തത്, ഈസ് ഈക്വൽ ടു 0. 2 ക്യാൻസൽ ചെയ്യുമ്പം u ഇൻറ്റു യു വൈ പ്ലസ് വി ഇൻറ്റു വി വൈ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷൻ 2നെ ഞാൻ യു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് എഴുതുക. അതായത് വി എക്സിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അതേപോലെ ഇക്വേഷൻ 3നെ ഞാൻ യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി വൈ എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ അടുത്ത് എന്ത് ചെയ്യാൻ പോവാം, ഇവർ രണ്ടുപേരെയും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാം. സോ ഇന്ന് ഞാൻ ഇക്വേഷൻ 4 എന്നും ഇയാളെ ഞാൻ ഇക്വേഷൻ 5 എന്നും കൊടുത്തു. സോ ഇക്വേഷൻ 4/5 ഞാൻ ചെയ്യുമ്പോഴേക്കും യു ഇൻറ്റു യു എക്സ് ബൈ ഇവിടുത്തെ LHS പാർട്ട് എന്തുവാ, യു ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു വി എക്സ് ബൈ മൈനസ് വി ഇൻറ്റു വി വൈ. ഡിവൈഡ് ചെയ്തതാണ് രണ്ട് സൈഡും. ഇവിടെ നോക്കിക്കേ, യു ക്യാൻസലായി, മൈനസ് വിയും ക്യാൻസലായി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു എക്സ് ഇൻറ്റു വി വൈ ഇസ് ഈക്വൽ ടു വി എക്സ് ഇൻറ്റു വി വൈ. എനിക്കിതെല്ലാം ഒരൊറ്റ വേരിയബിളിലോട്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ വി വൈയും യു എക്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, കോഷി റീമാൻ ഇക്വേഷൻ. സോ ബൈ CR ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വി വൈ എന്നുള്ളതിന് പകരം ഞാൻ യു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയായി മാറും, യു എക്സ് ഇൻറ്റു യു എക്സ് ഇസ് ഈക്വൽ ടു അടുത്ത അതേപോലെ എനിക്ക് യു വൈയിലേക്ക് ആക്കേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, വി എക്സ് ഇൻറ്റു യു വൈ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇത് യു വൈ ആണേ. അപ്പോൾ ഞാൻ വി എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, മൈനസ് വി എക്സിനാണ് യു വൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. സോ വി എക്സിന് എന്താ കൊടുക്കേണ്ടത്, മൈനസ് യു വൈ ഇൻറ്റു യു വൈ. ഈ മൈനസ് യു വൈ ഇൻറ്റു യു വൈനെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമോ. അപ്പോൾ ഇതെങ്ങനെയായി മാറും, യു എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് യു വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഞാൻ പറയുവാണ് വിച്ച് ഇംപ്ലൈസ് യു എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് യു വൈ ഈക്വൽ ടു 0. അതെങ്ങനെയാണ് ഞാൻ എഴുതിയത്, നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ നമ്പറും എ എന്നും ബി എന്നും പറയുന്നത് 1 ആയാൽ 0 ആവും. അത് 1ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ -1 ആണെന്ന് വിചാരിച്ചു, എയുടെ വാല്യൂ -1 ആണെങ്കിൽ -1ൻ്റെ സ്ക്വയർ എന്താ +1, ബി എന്ന് പറയുന്ന വാല്യൂ -1 ആണെന്ന് വിചാരിക്കും, -1ൻ്റെ സ്ക്വയർ എന്താ +1. സോ 1 + 1 എന്തേ വരത്തുള്ളൂ, ഒരു വാല്യൂവേ വരത്തുള്ളൂ. ഈ രണ്ട് പേരുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സം ഒരിക്കലും എന്താകത്തില്ല, 0 ആകത്തില്ല. എപ്പോഴേ 0 ആകത്തുള്ളൂ ഈ രണ്ട് പേരും 0, എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0 ആയാൽ മാത്രമേ ഇവയെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, 0 കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നത് യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ഓരോരുത്തരും ഈ ഓരോ ആൾക്കാരും 0 ആയതുകൊണ്ടാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, രണ്ടുപേരുടെ ഡെറിവേറ്റീവ് 0, യു എക്സും യു വൈയും ഫൈൻഡ് ചെയ്തപ്പോൾ 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, യു ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോഴേ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എത്തി. എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് റിയൽ പാർട്ട്, അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് റിയൽ പാർട്ട് കോൺസ്റ്റൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മളവിടെ റിയൽ പാർട്ടല്ലേ, യു ഈസ് കോൺസ്റ്റൻറ്റ് മീൻസ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ, therefore the given function f of z is constant. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ മോഡുലസ് കോൺസ്റ്റൻ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതൊന്നും അല്ലാണ്ട് അവർക്ക് എക്സാമിന് ഇതുപോലെ എന്തെങ്കിലും യു സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, യു വി കോൺസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആ തന്നിട്ടുള്ള കണ്ടീഷൻ എടുത്തെഴുതണം. എന്നിട്ട് എന്ത് ഓർമ്മിക്കണം, അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിനും വൈക്കും പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ തന്നിട്ടുള്ള CR ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിനെ തുടങ്ങാം. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ, 1 മാർക്ക്. തരുന്ന കണ്ടീഷൻ എടുത്ത് ഇതുപോലെ എഴുതുമ്പോഴേക്കും അടുത്ത മാർക്ക് കിട്ടും. ഈ 2 മാർക്ക് എല്ലാവർക്കും കിട്ടും. നമ്മളിവിടെ ചെയ്യാത്ത ഏത് പുതിയ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. വെറുതെ യു ഇൻ വിയും റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിൻ്റെ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. യു വി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്ത് വെക്കുക, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, ഇവരെല്ലാം ഒറ്റ വേരിയബിളിലോട്ടാക്കാൻ പറ്റുമോ നോക്കുക. ഈ ഒരു പ്രൊസീജിയർ അനുസരിച്ച് പ്രൂവ് ചെയ്താൽ എല്ലാത്തിൻ്റെയും പ്രൂഫ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകണം. അടുത്ത പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആർഗ്യുമെൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നമുക്ക് നേരത്തെ പോലെ
തുടങ്ങാം. എങ്ങനെയാണ് പ്രൂഫ് ഞാൻ പറഞ്ഞ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ തന്നെ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ച് നോക്കണം. ആദ്യം നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു വെക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ എഴുതുക. ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. ഓക്കെ, ഞാൻ ആ സ്റ്റെപ്പ് എഴുതി വെച്ചു. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. therefore it satisfies CR ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു മാർക്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താ കോഷി റീമാൻ ഇക്വേഷൻ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇനി തന്നിട്ടുള്ള കണ്ടീഷൻ എന്തുവാണ്? ഗിവൻ ആർഗ്യുമെൻറ്റ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ദറ്റ് ഈസ് ആർഗ് എഫ് ഓഫ് ഇസഡ് is equal to constant. Argument of f of z എന്ന് പറഞ്ഞാൽ എന്താ? z is equal to r e raised to i തീറ്റയിൽ arg z എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? തീറ്റ എന്നാണ് പറയുന്നത്. അതായത് tan ഇൻവേഴ്സ് y ബൈ എക്സ് അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാറ്. അപ്പോൾ അതേപോലെ ഇവിടുത്തെ ആർഗ് എഫ് ഓഫ് z എന്ന് പറയുന്നത് നമ്മൾ എന്താ എഴുതുക? ആർഗ്യുമെൻറ്റ് ഓഫ് എഫ് ഓഫ് z is equal to tan ഇൻവേഴ്സ്, ഇവിടുത്തെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് തന്നെ വി ആണ്, ഇവിടുത്തെ റിയൽ പാർട്ട് യു ആണ്. അപ്പോൾ വി ബൈ യു ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. എനിക്ക് ഈ ടാൻ ഇൻവേഴ്സ് വേണ്ട. ഈ ടാൻ ഇൻവേഴ്സിനെ ഇവിടെ നിന്ന് കളയാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഈ ടാൻ ഇൻവേഴ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ വി ബൈ യു ഇസ് ഈക്വൽ ടു ടാൻ സി ഓർ വി ഇസ് ഈക്വൽ ടു ടാൻ സി ഇൻറ്റു യു. ടാൻ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് ഇക്വേഷൻ 1. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നേരത്തെ നമുക്കിതുപോലൊരു ഇക്വേഷൻ തന്നിട്ടുള്ളതിൽ നിന്നൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ഡിഫറൻഷ്യേറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. അതായിരിക്കും നമ്മൾ എപ്പോഴത്തെ അടുത്ത 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? വി എക്സ് ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. യുവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു യു എക്സ്. ഞാൻ അയാളെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഓക്കെ, അടുത്തെന്താ നമ്മൾ ചെയ്യുക? ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുവാണ്. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ദറ്റ് ഈസ് വി വൈ ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ടാൻ സി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ദറ്റ് ഈസ് ഈക്വൽ ടു യു വൈ. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. നമുക്ക് ഈ 2 ഇക്വേഷനും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. 2/3 ഇംപ്ലൈസ് എന്തുവാ ഇവിടെയുള്ള? വി എക്സ് ബൈ വി വൈ is equal to tan c ux by tan c into uy. tan c ക്യാൻസലായി പോയി. ബാക്കി ഇനി തൊട്ട് മുന്നിലത്തെ പ്രോബ്ലം പോലെ തന്നെയല്ലേ ഉള്ളത്. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വി എക്സ് ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു വി വൈ ബൈ കോഷി റീമാൻ ഇക്വേഷൻ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാണ്, ആ പ്രോപ്പർട്ടിയിൽ ചെയ്ത കാര്യമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. കോഷി റീമാൻ ഇക്വേഷൻ അനുസരിച്ച് എന്തുവാ? നമുക്ക് ഇതിനെല്ലാത്തിനും യുയിലോട്ടാക്കാവേ. അപ്പോൾ വി എക്സ് മൈനസ് വി എക്സ് ആണ് യു വൈ. അപ്പോൾ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് യു വൈ ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു യു എക്സ്. ഞാൻ അതുപോലെ തന്നെ എഴുതി വി വൈ ഈക്വൽ ടു എന്തുവാണ്? യു എക്സ്. ഓക്കെ, അപ്പോൾ യു എക്സ് ഇൻറ്റു യു എക്സ് എന്ന് പറഞ്ഞാൽ യു എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ മൈനസ് യു വൈ ഇൻറ്റു യു വൈനെ കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പ്ലസ് യു വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് നേരത്തെ പറഞ്ഞു എന്തുവാണ്? യു എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് യു വൈ ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ്? രണ്ടുപേരുടെ സ്ക്വയറിൻ്റെ സം 0 എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരും 0 എന്ന് അർത്ഥം. പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആവുകയാണെങ്കിൽ യു എന്തുവാണ്? therefore യു ഈസ് കോൺസ്റ്റൻറ്റ്. യു എന്ന് പറയുന്ന ഏത് പാർട്ടാണ്? റിയൽ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്തുവാണ്? an analytic function with constant real part is constant. Constant real part is constant എന്നുള്ള നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വിയിൽ യു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായി? ഈസ് കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ആയി. അപ്പോൾ പ്രോപ്പർട്ടിയുടെ പ്രൂഫായില്ലേ? ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 പ്രാവശ്യം എക്സാമിന് പ്രോപ്പർട്ടി ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ അടുത്ത് വേറൊരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് an analytic function and യു വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കണ്ടീഷനാണ് യു വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇനി തനിയെ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇതുപോലെ അവർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ പ്രോപ്പർട്ടി ചോദിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റ്, ഇതിൻ്റെ യു ബി എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ പാർട്ടിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റന്റ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ഓഫ് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ദെൻ ദ അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ആ തരത്തിൽ ചോദിക്കാം. ഇതുപോലെ യു ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്താ, ഇത് ശരിക്കും എഴുതേണ്ട കാര്യമില്ല. നമ്മളിപ്പം കുറേ പ്രാവശ്യം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണ് നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഈസ് അനലിറ്റിക്. അതുകൊണ്ട് അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഇറ്റ് സാറ്റിസ്ഫൈസ് കോഷി-റീമാൻ ഇക്വേഷൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ, പക്ഷെ ഞാൻ പറയുന്നതാണ് ഇങ്ങനത്തെ ചോദിക്കാൻ വേണമെങ്കിൽ. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓഗ്മെൻറ്റിൻ്റെയും മോഡുലസിൻ്റെയാണ്. അപ്പോൾ അത് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിച്ചോളണം. ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം. അടുത്തെന്താ തന്നിട്ടുള്ള കണ്ടീഷനാണ് യു വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് തന്നിട്ടുണ്ട്, ഗിവൺ. അതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയ പിന്നെ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്യുവാണേ. ശ്രദ്ധിക്കേണ്ട കാര്യം യുവും വിയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി, ഡോ വി ബൈ ഡോ എക്സ്, അതിനെയാണ് ഞാൻ വി എക്സ് എന്ന് എഴുതിയത്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വി ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് യു എക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ? 0. ഓക്കെ, ഞാൻ ഇതിനെ യു ഇൻറ്റു വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു യു എക്സ് എന്ന് എഴുതി നിർത്തി. ഓക്കെ, ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇതേപോലെ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്താൽ യു ഒരു കോൺസ്റ്റൻ്റ് ആണ്, വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വി വൈ ആണ്. പ്ലസ് വി ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ യു വൈ ഇസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് യു ഇൻറ്റു വി വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു യു വൈ. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. എപ്പോഴത്തെയും പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2/3. ഓക്കെ, എന്താ വരിക? യു ഇൻറ്റു വി എക്സ് ബൈ ഇവിടുത്തെ എൽ എച്ച് എസ് പാർട്ട് എന്താ? യു ഇൻറ്റു വി വൈ ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്താ? മൈനസ് വി ഇൻറ്റു യു എക്സ് ബൈ മൈനസ് വി ഇൻറ്റു യു വൈ. മൈനസ് ബി ക്യാൻസലായി, യു ക്യാൻസൽ. ഇതേപോലെ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ വന്ന പ്രോപ്പർട്ടി ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. സോ വി എക്സ് ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി എക്സ് ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു വി വൈ. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. ബൈ കോഷി-റീമാൻ ഇക്വേഷൻ ബൈ സി ആർ ഇക്വേഷൻ. എന്തുവാ? യു വി എക്സിന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് യു വൈ. സോ മൈനസ് യു വൈ ഇൻറ്റു യു വൈ ഈക്വൽ ടു ഇവിടെ യു എക്സ് ഉണ്ട്, വി വൈ എന്ന് പറഞ്ഞാൽ യു എക്സ് ആണ്. യു എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി നമ്മൾ ഈ മൈനസ് യു വൈ ദ ഹോൾ സ്ക്വയറിനെ കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് യു വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നായി. രണ്ടുപേരുടെ സ്ക്വയറിൻ്റെ സം 0 എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരും 0 എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആയത് എപ്പോഴേ 0 ആകത്തുള്ളൂ? യു കോൺസ്റ്റൻറ്റ്, യു ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയത് കാരണമാണ് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആയത്. നമ്മുടെ പ്രോപ്പർട്ടി എന്തുവാണ്? ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്. ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്തുമായി മാറി? നമുക്ക് കോൺസ്റ്റൻ്റ് ആയി മാറി. therefore f of z is constant. ഓക്കെ, അപ്പം ഇത് എക്സാമിന് ഒരിക്കലും ചോദിച്ചതല്ല, വേണമെങ്കിൽ എക്സാമിന് ഇങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് വേറൊരു രീതിയിൽ ഈ പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇഫ് എഫ് ഓഫ് z is equal to u plus iv is analytic function and v is equal to u square, then f of z is constant. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലോ? ഇങ്ങനെ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, ഇതേപോലെ ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നു. യു വിക്ക് ഇവിടെ വരുന്നത് എന്താ? വി ഈക്വൽ ടു യു സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ, അത് ഇക്വേഷൻ 1. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി എക്സ് ഇസ് ഈക്വൽ ടു 2u ഇൻറ്റു യു എക്സ് എന്ന് വരും. അയാൾ ഇക്വേഷൻ 2 എന്ന് എഴുതുക. അടുത്ത് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുമ്പോൾ വി വൈ ഈസ് ഈക്വൽ ടു 2u ഇൻറ്റു യു വൈ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതേ സ്റ്റെപ്പ് വി എക്സ് ബൈ വി വൈ ഈക്വൽ ടു യു എക്സ് ബൈ യു വൈ. സെയിം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. വി ഈക്വൽ ടു യു സ്ക്വയർ എന്നുള്ളതിന് വരെ വേണമെങ്കിൽ യു ഈക്വൽ ടു വി സ്ക്വയർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പം ഇതുപോലത്തെ ചോദിച്ചാൽ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കുറേ പ്രോബ്ലം ഇപ്പോൾ ഇതുപോലത്തെ ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല.
അടുത്ത് ഞാൻ പറയാൻ പോകുന്ന പ്രോപ്പർട്ടി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മോഡുലസിൻ്റെ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിലും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണിത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിനകത്ത് 3 പ്രോപ്പർട്ടിയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മോഡുലസ്, ഓഗ്മെൻറ്റിൻ്റെ ആ പ്രോപ്പർട്ടി, പിന്നെ അടുത്ത് ഈ പ്രോപ്പർട്ടി. ഇത് 3 നമുക്ക് എക്സാമിന് മാറി മാറി ചോദിക്കുന്നത്. ബാക്കി ഞാൻ പ്രോപ്പർട്ടീസിൻ്റെ കൂട്ടത്തിലുള്ളതുകൊണ്ട് എല്ലാം പറയുന്നതാണ്. നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ഈ 3 പ്രോപ്പർട്ടിയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടി വായിക്കട്ടെ. ഇഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്, പ്രൂവ് ദാറ്റ് യു ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആർ ഫാമിലി ഓഫ് കർവ്സ് കട്ടിംഗ് ഓർത്തോഗണലി. അതായത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് യു കോൺസ്റ്റൻ്റ് ആണ്, ഇമാജിനറി പാർട്ട് വിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും കോൺസ്റ്റൻ്റ് ആയാൽ എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റൻ്റ് എന്നല്ല ഇവിടെ ചോദിച്ചത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫാമിലി ഓഫ് കർവ്സ് യു ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പടമല്ലേ, ഒരു ഗ്രാഫല്ലേ. അതേപോലെ വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രാഫാണ്. ഇത് രണ്ടും കട്ട് ചെയ്യുന്നത് ഓർത്തോഗണലിയാണ് കട്ട് ചെയ്യണേന്ന്. അപ്പം നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, 2 കർവ് ഓർത്തോഗണലി കട്ട് ചെയ്താൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് 2 കർവ് ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പെർപെൻഡിക്കുലർലി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? -1 ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു -1 കിട്ടണമെന്നാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത് നമ്മൾ +2 പഠിച്ചൊരു കാര്യം ഞാനിപ്പോൾ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണ്. ഇവിടെ കോഷി-റീമാൻ ഇക്വേഷൻ്റെ കാര്യമില്ല കേട്ടോ. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണ്. ലെറ്റ് പ്രൂഫ് ഞാൻ പറയുവാണേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പ്രൂഫ് എന്തുവാണ്? ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. ഓക്കെ, അടുത്തെന്താ തന്നിട്ടുള്ള? ഗിവൺ യു ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, യു എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് കഴിഞ്ഞാൽ സി എന്ന് കൊടുത്തത്. അപ്പോൾ രണ്ടും സി എന്ന് കൊടുക്കണം. എന്തിനാണ്? ഒന്നിന് C1 എന്നും മറ്റേതിന് ഞാൻ C2 എന്നും കൊടുത്തു. യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് അല്ലേ. യു ഈസ് എ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. കാരണം നമ്മളെപ്പോഴും യു ഓഫ് എക്സ് കോമ വൈ എന്നാണ് എഴുതാറ്. അപ്പോൾ യുവിന് യു ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തുവാണ്? ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? യു ഈസ് എ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിച്ചോണേ, യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്, നമ്മൾ ഇത് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം. യുവിൻ്റെ താഴെ എക്സും വൈയും ഉള്ളതിൽ ഞാൻ എക്സിനെ മാത്രം ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു എക്സിൻ്റെ താഴെ വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ, പക്ഷേ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഡി എക്സ് പ്ലസ് അതേപോലെ യുവിൻ്റെ താഴെ എക്സിനെ നമ്മൾ കളഞ്ഞു. അടുത്ത് വൈനെ എടുക്കുവാണെങ്കിൽ ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ is equal to C1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഇവിടെ കിടന്നോട്ടെ. മറ്റു ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നായി. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവിനെ ഞാൻ ഒന്നിച്ച് കൊണ്ടുവന്നു ഇസ് ഈക്വൽ ടു, ഇയാൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ -സൈൻ വരും, അത് മറക്കരുത്. മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ ബൈ ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ ബൈ ഡോ യു ബൈ ഡോ വൈ. ഈ ഡോ യു ബൈ ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോഴാണ് നമുക്കൊരു കാര്യം ഓർമ്മ വേണം. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഓഫ് ദ കർവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളാരാ? യു ഈക്വൽ ടു C1 എന്നുള്ളതാണ് നമ്മുടെ കർവ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ സ്ലോപ്പിൻ്റെ ഫോമിലാണ് ഇത് കിട്ടിയേക്കുന്നത്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദെയർഫോർ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഓഫ് കർവ്, slope of the tangent of the curve u equal to C1 is u equal to C1 എന്ന് പറയുന്ന കർവിൻ്റെ സ്ലോപ്പിൻ്റെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഈസ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ബൈ ഡോ യു ബൈ ഡോ വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് യു ഈക്വൽ ടു C1 ഇങ്ങനെ കിട്ടിയെങ്കിൽ വി ഈക്വൽ ടു C2 പ്രത്യേകം ചെയ്യണോ? ഇതേപോലെ തന്നെയല്ലേ വരുള്ളൂ. ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഡോ വി ബൈ ഡോ വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എല്ലാം വി വരും. അടുത്ത് ഡോ യു വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ബൈ ഡോ വി ബൈ ഡോ വൈ. സോ സിമിലർലി സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഓഫ് കർവ് v equal to C2 is minus dou v by dou x by dou v by dou y.
അല്ലേ? therefore product of the slope is equal to ഈ രണ്ട് സ്ലോപ്പിനെയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മൈനസ് ഡോ യു ബൈ ഡോ എക്സ്, ഈ ഡോ യു ബൈ ഡോ എക്സ് ഞാൻ യു എക്സ് എന്ന് എഴുതിക്കോട്ടെ, ബൈ ഡോ യു ബൈ ഡോ വൈ ഞാൻ യു വൈ എന്ന് എഴുതുവാണ്, ഇൻറ്റു മൈനസ് ഡോ വി ബൈ ഡോ എക്സിനെ ഞാൻ വി എക്സ് എന്ന് എഴുതി, ബൈ ഡോ വി ബൈ ഡോ വൈനെ ഞാൻ വി വൈ എന്ന് എഴുതി. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആയത് കാരണം അതെന്താ? ഇറ്റ് സാറ്റിസ്ഫൈസ് കോഷി റീമാൻ ഇക്വേഷൻ. അതിവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞ ആദ്യം അല്ലേ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, എല്ലാവരും ഒറ്റ വേരിയബിളോട്ടാക്കാൻ പോവാണ്. അപ്പോൾ നോക്കിയേ, മൈനസ് യു എക്സ് ബൈ യു വൈ അങ്ങനെ തന്നെ കിടന്നോട്ടെ, ഇൻറ്റു മൈനസ് വി എക്സ് ഇസ് ഈക്വൽ ടു എന്താ കുഞ്ഞുങ്ങളെ? യു വൈ ആണ്. വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? യു എക്സ് ആണ്. ഇപ്പോൾ കട്ടായി പോകുമ്പോൾ യു എക്സും കട്ടായിപ്പോൾ യു വൈയും കട്ടായിപ്പോൾ ഇതെങ്ങനെ കിട്ടിയത്? ബൈ സി ആർ ഇക്വേഷൻ. എന്താ ആൻസർ കിട്ടി? -1. പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് ഈക്വൽ ടു -1 ആയാൽ എന്താണ്? ആ രണ്ട് കർവും ഓർത്തോഗണലി കട്ട് ചെയ്യണം എന്നാണ് അർത്ഥം. therefore the curves, ഏതൊക്കെ കർവ്? u ഈക്വൽ ടു C1 ആൻഡ് v ഈക്വൽ ടു C2 കട്ട്സ് ഓർത്തോഗണലി. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഒത്തിരി സ്ട്രെസ് ചെയ്ത് തന്നെ നിങ്ങളിത് നോക്കണം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, എഴുതി പഠിച്ചിട്ട് തന്നെ പോകണം ഈ പ്രോപ്പർട്ടി. നമ്മൾ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. അപ്പം ഈ ചാപ്റ്റർ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്തുവാണ് അതിനകത്ത് ഈ തിയറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയുവാണ്, ഈ തിയറി പാർട്ട് എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് എന്തുവാണ് അത് എഴുതുവാണെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. പ്രോബ്ലം ചെയ്യുന്ന പോലെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോകത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ തിയറി പാർട്ട് പഠിക്കാനുണ്ട് എന്ന് ഞാൻ പറയുന്നതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അതിനകത്ത് എല്ലാ പ്രോപ്പർട്ടിയും പഠിക്കണമെന്ന് ഞാൻ പറയില്ല, മെയിനായിട്ട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടീസ് എങ്കിലും നല്ലോണം ഒന്ന് നോക്കി വയ്ക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും എന്ന് പറയുന്നത് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഒരു മോഡ്യൂളാണ്. അവർക്ക് അടുത്ത മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ കൺഫോമൽ മാപ്പിംഗ് ആണ്. അപ്പം നിങ്ങൾക്കിത് നിങ്ങൾക്ക് പകുതി മോഡ്യൂളായിട്ടുള്ളൂ, ബാക്കി അടുത്ത പകുതി എന്ന് പറയുന്നതാണ് ഇനി കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത് നമുക്കിനി കൺഫോമൽ മാപ്പിംഗ് ആണ് പഠിക്കാനുള്ളത്.